അപ്പോൾ ഇന്ന് നമ്മൾ ആപ്പിൾ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന ആമസോണിൽ നിന്ന് 500 മുതൽ 1500 രൂപ വരെ റേഞ്ചുള്ള കിഡിലൻ ആക്സസറീസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആപ്പിൾ വാച്ച്, ഐഫോൺ, ഐപാഡ്, മാക്ബുക്ക്, എയർപോഡ് ഇതിനെല്ലാം വേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കാണും. അപ്പോൾ ആമസോണിൽ നിന്നുള്ള ഈ ആക്സസറീസ് ഞാൻ തന്നെ പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും കുറഞ്ഞത് 500 രൂപയ്ക്കകത്ത് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ മുതൽ ഒരു 1000-1800 രൂപയ്ക്കകത്ത് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ വരെ അല്ലെങ്കിൽ ആക്സസറീസ് വരെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോട്ടോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മൾട്ടി ഫങ്ഷണൽ ക്ലീനിങ് കിറ്റാണ്. ഇത് പ്രോട്ടോണിക്സിൻ്റെ ക്ലീൻ എം എന്ന് പറയുന്ന സീരീസാണ്. എന്നാൽ ഇത് വാങ്ങി കുറേ നാളുകൾക്ക് ശേഷം അവർ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പുതിയ മോഡൽസ് ഇതിൻ്റെ പല വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ക്ലീൻ ജി എന്ന് പറയുന്നത്. ഇത് 8-in-1 ക്ലീനിങ് കിറ്റാണ്. 8-in-1. എന്നാൽ ക്ലീൻ ജി എന്ന് പറയുന്നത് അവരുടെ ലേറ്റസ്റ്റ് മോഡൽ. അതിൽ 20 ടൈപ്പിലുള്ള ക്ലീനിങ് ആക്സസറീസ് നമുക്ക് ആ ഒരൊറ്റ കിറ്റിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. ആമസോണിൽ ഇപ്പോഴും ഈ ഒരു മോഡൽ സെല്ല് ചെയ്യുന്നുണ്ട്. 490 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് ഈ ഒരു സാധനം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഐഫോണോ ഐപാഡോ ഒക്കെ ഇങ്ങനെ ചാരി വെച്ചുകൊണ്ട്, ഇപ്പം ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇങ്ങനെ ചാരി വെച്ചുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പം ലാൻഡ്സ്കേപ്പോ പോർട്രേറ്റ് മോഡിലോ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഇവിടെ കാണുന്ന ഈ ബട്ടൺ നിങ്ങളൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്രഷ് നമുക്ക് കിട്ടും. ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഡിവൈസ് ക്ലീൻ ചെയ്യാം. എസ്പെഷ്യലി കീബോർഡ്, മാക്കിൻ്റെ ഒക്കെ കീബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കീബോർഡൊക്കെ വളരെ സിമ്പിളായിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷാണ് ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിൽ കുറച്ച് ബട്ടൺസ് കാണാം. ഈ ബട്ടൺ നമ്മൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോഡ്, ഇയർഫോൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രഷ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് മറ്റൊരു ബട്ടൺ ഉണ്ട്. അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എയർപോഡ് കേസിനകത്ത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ, ആ ഡസ്റ്റ്, അവിടെയുള്ള ഡേർട്ട് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു മൈക്രോഫൈബർ ഏരിയ ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ലാന്നുണ്ടെങ്കിൽ മാക്കിൻ്റെ ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്. ആ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് ഈ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് കേപ്റ്റസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എയർപോഡ് കേസാണ്. ഈ ഒരു കേസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയുള്ള എന്നാൽ പ്രൈസിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു കേസാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തപ്പി നടന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോക്കുള്ള എയർപോഡ് കേസ് എനിക്ക് വേണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. കാരണം എയർപോഡുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം, ഈ ഐറ്റം അങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ ഈ കേസിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാകാം, മേ ബി. രണ്ട്, ഇതിനകത്തിരിക്കുന്ന ഈ സ്റ്റെമ്മുകളുണ്ടല്ലോ, ബഡുകൾ, ഇത് തെറിച്ച് പല വഴിക്കായിരിക്കും പോകുന്നത്. പിന്നെ ഇത് തപ്പി നടന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ടാസ്ക്കാണ്. സോ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് റീസെൻ്റ്ലി ഇതുപോലെ ലോക്കുള്ള എയർപോഡ് കേസുകൾ ബ്രാൻഡുകൾ റിലീസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് എയർപോഡ്സ് 3rd ജനറേഷൻ ആണ്. പക്ഷേ ഈ പറഞ്ഞ പ്രമുഖ ബ്രാൻഡുകൾക്കൊന്നും തന്നെ ലോക്കുള്ള എയർപോഡ്സ് കേസ് 3rd ജനറേഷൻ സീരീസിന് ഇല്ല. പ്രോ സീരീസിന്, 1st ജനറേഷൻ, 2nd ജനറേഷൻ പ്രോ മോഡൽസിന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ബ്രാൻഡുകളുടെയും ലോക്കുള്ള എയർപോഡ് കേസ് ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ തപ്പി നടന്ന് രണ്ടും കൽപ്പിച്ച് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു കേപ്റ്റസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു കേസ്. പക്ഷേ സാധനം വന്നത് ഇതുപോലൊരു പാക്കേജിലാണ്. ഇച്ചിരി ഡാമേജൊക്കെ കാണാം. പക്ഷേ ഇതിനകത്ത് കുറേ ഐറ്റങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കേസിൽ പൗച്ചിലാണ് ഇത് വന്നത്. അതോടൊപ്പം തന്നെ സാധാരണ എല്ലാ കേസുകളിലെ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്രാൻഡുകളും കൊടുക്കാത്തൊരു ഐറ്റമാണ് ഈ ഒരു ചെറിയ ഐറ്റം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എയർപോഡ്സ് ഇപ്പോൾ ഉള്ള കേസിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞൻ സാധനം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ളൊരു യൂസർ മാനുവൽ ആൻഡ് ഈ ഒരു റിങ് പോലെ ഇരിക്കുന്ന കീ ചെയിൻ ഹോൾഡർ. ഇത് ഓർഡർ ചെയ്തപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കിംഗ് സിസ്റ്റത്തിൽ പോലും എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഉടായ്പ ലോക്കുകളൊക്കെ വരാറുണ്ട്. ചെറിയ പ്രസ്സിനൊക്കെ ശേഷം ഈ സാധനം അങ്ങ് തുറന്നു വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റം ഓപ്പൺ ആകത്തുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഇതിനകത്തൊരു മാഗ്നറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്നാപ്പിങ് ചെയ്ത് അത് അവിടെ തന്നെ ഫേം ആയിട്ട് ഇരുന്നോളും, എങ്ങോട്ടും പോകത്തുമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരടിപൊളി ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ സൈഡ് എഡ്ജസിൽ ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെളിയിൽ നിന്ന് തൊടുമ്പം വളരെ സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ താഴെ കുറച്ച് കാർബൺ ഫൈബർ ആക്സെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിലും ബട്ടൺസ് നമുക്ക് അവിടെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു റഗഡ് ലുക്കാണ് ഈ ഒരു ഐറ്റത്തിനുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടഫാണ് സാധനം.
അതുപോലെ തന്നെയാണ് ഇത് ഞാൻ യൂസ് ചെയ്തപ്പോഴും. ഇത് ഞാൻ കുറേ തവണ നിലത്തിട്ട് എറിഞ്ഞൊക്കെ നോക്കി, ഒരു രീതിയിലും എയർപോഡ്സ് ചാടുന്നുമില്ല, ഇതിനൊന്നും പറ്റുന്നുമില്ല. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ കേസുകൾക്കൊക്കെ നല്ല പ്രൈസാണ്, ഒരു 1000-1500 മുകളിലേക്കേ ഉള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പം ഇതൊരു കിടിലൻ കേസ് തന്നെയാണ്. ഇതിലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്വാണ്ടം സീറോ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ടൈപ്പ് സി ടു ടൈപ്പ് എ അഡാപ്റ്ററാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഐപാഡ്, ഐഫോൺ, മാക്ക് ഇതിലെല്ലാം നിങ്ങൾക്ക് USB ടൈപ്പ് എ വരുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് ഇതെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ടൈപ്പ് സി വരുന്ന ഐഫോൺ, ഐപാഡ്, മാക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ടൈപ്പ് സി പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഹാർഡ് ഡ്രൈവോ അല്ലെങ്കിൽ ഇതുപോലെ ടൈപ്പ് എ വരുന്ന പെൻ ഡ്രൈവോ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അതിനകത്ത് ഡേറ്റ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തത് ആപ്പിൾ വാച്ച് യൂസേഴ്സിന് പറ്റുന്ന ഒരു അഡാപ്റ്ററാണ്. അതായത് യൂണിജൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യൂണി പോർട്ട് എന്ന് പറയുന്ന ആപ്പിൾ വാച്ച് ചാർജറാണ്. ഇത് പോർട്ടബിൾ ആയിട്ടുള്ള ചാർജറാണ്. ഈ ഒരു ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്യുന്ന പുറകിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ലോങ് ട്രാവലിംഗ് ഒക്കെ വരുമ്പോഴാണ്. 3-4 ദിവസമൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വരും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പം നമ്മുടെ ഒറിജിനൽ ചാർജിങ് കേബിൾ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ ഒരു ഐറ്റം ആകുമ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിൽ നിങ്ങൾക്ക് ചാർജിങ് പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ടൈപ്പ് എ പോർട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് എ ഉണ്ട്. സോ ടൈപ്പ് എ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ കാറിൻ്റെ ചാർജിങ് അഡാപ്റ്ററിൽ നിന്നോ നിങ്ങൾക്ക് ഡിവൈസ് നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ടൈപ്പ് എ അല്ല ടൈപ്പ് സി ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ ടൈപ്പ് സി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നമ്മുടെ ആപ്പിൾ വാച്ച് റിമൂവ് ചെയ്യുക, ഇവിടെ അങ്ങ് കണക്ട് ചെയ്ത് വെച്ചേക്കുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ആപ്പിൾ വാച്ച് ഏത് ആപ്പിൾ വാച്ചും ഏത് സീരീസും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിൻ്റെ ചാർജറിൽ നിന്ന് ലഭിക്കുന്ന അത്ര ഔട്ട്പുട്ട് ഇതിൽ ലഭിക്കത്തില്ല. കുറച്ചും കൂടെ സ്ലോ ആണ് ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എമർജൻസി സിറ്റുവേഷൻസിലും ഇതുപോലുള്ള ട്രാവലിംഗ് സിറ്റുവേഷൻസിലും നമുക്ക് ഫീസിബിൾ ആണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമ്മുടെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടും നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് യൂണിജൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 35 വാട്ട് അഡാപ്റ്ററാണ്. ഇതൊരു PD സപ്പോർട്ട് ചെയ്യുന്ന, പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ്. ആപ്പിളിനും 35 വോട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അതും ഇതുപോലെ തന്നെ 2 പോർട്ടുള്ള ഡ്യുവൽ ടൈപ്പ് സി പോർട്ടുള്ള അഡാപ്റ്റർ ഉണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല റേറ്റാണ്. എനിക്ക് തോന്നുന്നത് 3000 മേളിലാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അടിപൊളി ഒരു അഡാപ്റ്ററാണ് ഈ ഒരു 35 വാട്ട് അഡാപ്റ്റർ. ഈ ഒരു അഡാപ്റ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ആപ്പിൾ യൂസേഴ്സ് കുറച്ച് കൺസേൺ ആണ്. കാരണം MFI സർട്ടിഫൈഡ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് പല സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള നോക്കുന്ന പല ആൾക്കാരുണ്ട്. ഞാനും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ഒറിജിനൽ അല്ലാന്നുണ്ടെങ്കിൽ MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് അതാത് രാജ്യങ്ങളുടെ ബേസിക് സർട്ടിഫിക്കേഷനുള്ള അഡാപ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ കാര്യത്തിലേക്ക് വരുമ്പം യൂണിജെന്നിന് MFI സർട്ടിഫിക്കേഷൻ ഇല്ല, അതായത് മെയ്ഡ് ഫോർ ഐഫോൺ എന്ന് പറഞ്ഞാൽ ആ ലേബലുള്ള സർട്ടിഫിക്കേഷൻ ഇല്ല. പക്ഷേ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ MFI സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏത് ബ്രാൻഡിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാം, പക്ഷേ അതാത് രാജ്യത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യൂണിജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള BIS സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ BIS സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഈ ഒരു യൂണിജൻ എന്ന് പറഞ്ഞ ബ്രാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുദ്രയൊക്കെ ബാക്കിലുണ്ട്. സോ BIS സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ധൈര്യമായിട്ട് നമ്മളുടെ ഏത് ഡിവൈസിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അഡാപ്റ്റർ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന പുറകിലുള്ള കാര്യം പ്രൈസ് തന്നെയാണ്. കാരണം ബ്രാൻഡുകളുടെ ഇപ്പം ആപ്പിളിൻ്റെ ഒറിജിനലിന് അത്യാവശ്യം വിലയുണ്ട്. രണ്ടാമത് വരുന്നത് പിന്നെ സ്പീഗൺ, ഡെയിലി ഒബ്ജക്റ്റ്, അതുപോലുള്ള ബെൽക്കിൻ, അതുപോലുള്ള ബ്രാൻഡുകളുടെ അഡാപ്റ്റേഴ്സാണ്. അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇനി അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഡാപ്റ്ററാണ് യൂണിജൻ. ആൻഡ് ഫൈനലി ആമസോണിൽ അവൈലബിൾ ആയിരിക്കുന്നതിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ളതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും 3-in-1 വയർലെസ് ചാർജറാണ് യൂണിജൻ്റെ ഈ ഒരു യൂണിഡോക്ക് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇത് യൂണിഡോക്ക് 250 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന പോലെ നമുക്ക് ആപ്പിൾ വാച്ച് ഹോൾഡറാണ്, അതിൽ ചാർജ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഐഫോൺ ഇങ്ങനെ കുത്തിച്ചാരി വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അവിടെ ഈ ഒരു ഏരിയയിൽ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തേക്കുന്നത്, അതിൽ വെച്ച് ചാർജ് ചെയ്യാം. അതോടൊപ്പം എയർപോഡ്സും നമുക്ക് ഇതിൽ വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 3 ഡിവൈസുകൾ സൈമിൾട്ടേനിയസ്ലി അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം മോശമല്ലാത്ത ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചാർജ് ചെയ്യുമ്പം ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി ബാക്കിൽ ഇതുപോലത്തുള്ള പോർട്ടുകൾ അല്ലെങ്കിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഹീറ്റ് ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ താഴെ പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. എന്നാലും വലിയ കുഴപ്പമില്ല, യൂസേജ് നമുക്ക് ഒതുങ്ങിയിരിക്കും. ഡിവൈസ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു യൂസ് കേസ് എന്ന് പറയുന്നത് വീട്ടിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ ടേബിൾസ് ഡെസ്ക് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെച്ച് ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളും വലിയ സ്ഥലങ്ങളൊന്നും കളയാത്ത രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് ചാർജിങ്ങിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡോക്കാണ് യൂണിജൻ്റെ യൂണിഡോക്ക് 250 എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതാണ്
ഇതിൽ ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും പ്രൈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസിനകത്താണ്. 2000 റുപ്പീസും ഇല്ല, അതിനകത്ത് നിൽക്കുന്ന ഒരു 3-in-1 വയർലെസ് ചാർജിങ് ഡോക്കാണ്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് ബഡ്ജറ്റിൽ ഉള്ള നല്ല നല്ല ആക്സസറീസിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.